2 വായനാ ദിനങ്ങൾക്കിടയിൽ വായനയുടെ ലോകം തുറന്ന് തൃശൂർ ജില്ലാ ജയിൽ. തടവുകാർക്ക് പുതിയ ലോകത്തേക്ക് മുങ്ങി നിവരാൻ അറിവിന്റെ പുഴ. തൃശൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടായി കെ അനിൽകുമാർ ചുമതലയേൽക്കുമ്പോഴും ജയിലിൽ ലൈബ്രറി ഉണ്ടായിരുന്നു. പേരിനൊരു ലൈബ്രറി. എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ലൈബ്രറിയിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ലൈബ്രറിയിലെ അക്ഷരങ്ങൾ അടുത്തറിഞ്ഞ തടവുകാരിൽ ഇന്ന് കഥയും കവിതയും എഴുതുന്നവരുണ്ട്. 300-ലേറെയുള്ള തടവുകാരിൽ പുസ്തകങ്ങൾ വായിക്കുന്നവർ ഒട്ടനവധി. വായനയിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഇനിയൊരിക്കലും കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തില്ലെന്ന ഉറപ്പുണ്ട് സൂപ്രണ്ട് കെ അനിൽകുമാറിനെ. വായന മനുഷ്യനെ ശുദ്ധീകരിക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ ലൈബ്രറിക്ക് പിന്നിൽ. വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയാണ് ഒരു മനപരിവർത്തനം സാധ്യമാവുക. തടവുകാർക്ക് കയ്യിലുള്ളത് ഏറെ സമയമാണ്. ആ സമയം ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കറക്ഷണൽ ടൂളാണ് പുസ്തകങ്ങൾ. വായനയിലൂടെ മനസ്സിനെ വിമലീകരിക്കാൻ സാധിക്കും. വായന മരിക്കുന്നില്ല. പ്രത്യേകിച്ച് ജയിലുകളിൽ വായന പൂക്കുന്ന സ്ഥലമാണ്. വായന ആശ്രയമായ സ്ഥലമാണ്. ജയിൽ ലൈബ്രറിയെക്കുറിച്ചറിഞ്ഞ നിരവധി പേരാണ് ഇവിടേക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകിയത്. കേരള സാഹിത്യ അക്കാദമിയും പുസ്തകങ്ങൾ കൈമാറി. തടവുകാരുടെ രചനകൾ ഉൾപ്പെടുത്തിയ ചെറു പുസ്തകവും ഇതിനിടെ പുറത്തിറങ്ങി. ചുവരുകളും സംസാരിക്കും എന്ന പേരിൽ തടവറയിൽ അറിവിന്റെ പുഴയിൽ മുങ്ങി നിവർന്ന് മാനസാന്തരപ്പെടുന്നവരുടെ കഥ പറഞ്ഞാണ് ഈ വായനാ ദിനം കടന്നുപോകുന്നത്. TCV തൃശൂർ.